ഈ മാർട്ടിൻ ഇത്രയും പാമ്പുകളുമായിട്ട് ഈ കുഴിക്കകത്ത് കിടക്കുമ്പോൾ എന്താണ് തോന്നുക? പാമ്പുകളുമായി കുഴിയിൽ കിടക്കുന്നതിൽ എനിക്ക് പ്രത്യേകമായിട്ട് എനിക്കും തോന്നുന്നില്ല. കാരണം പാമ്പെന്ന് പറയുന്നത് മനുഷ്യന്റെ മിത്രമാണ്. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചാലേ അത് ഉപദ്രവിക്കുള്ളൂ. ഇപ്പൊ എന്റെ തലയ്ക്ക് പുറകെ ഒരു പാമ്പ് പത്തിയെടുത്ത് നിൽക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഉപദ്രവിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു ഉപദ്രവിക്കും. അല്ലാതെ പാമ്പ് ഒരിക്കലും ഉപദ്രവിക്കുന്ന ഒരു ജീവി അല്ലാതെ. ശരിക്കും ഈ പാമ്പും തേളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ മാർട്ടിനെ? പാമ്പും തേളും തമ്മിൽ ബന്ധമില്ല. പക്ഷെ ഒരിക്കലും അവരും പരസ്പരം ഉപദ്രവിക്കില്ല. ഒരു പാമ്പുകളും മൂർഖനാണെങ്കിലും ചേരയാണെങ്കിലും ഒരു പാമ്പുകളും പരസ്പരം ഉപദ്രവിക്കില്ല. അവർ തേളുകളും ഇപ്പോൾ ഒന്നിച്ച് കിടക്കേണ്ട അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളില്ല. ഒരു തേളും ഒരു പാമ്പിനെ ഉപദ്രവിക്കുകയോ പാമ്പ് ഒരു തേളിനെ ഉപദ്രവിക്കുകയോ ചെയ്യില്ല. പിന്നെ മാർട്ടിൻ എന്തെങ്കിലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടും ഏഷ്യാനിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സംസാരിക്കുന്നത് പാമ്പിന്റെ കൂടെ കിടക്കുന്ന സാഹസികമായ പരിപാടികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ അതിനകത്ത് പ്രത്യേകം എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതൊരു മനുഷ്യനും പ്രാക്ടീസ് ചെയ്താൽ എന്നെപ്പോലെ ഇതിലും വലിയ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ മനസ്സിന്റെ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഈ സംഭവത്തിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട്. കാരണം ഇത്തരം രീതിയിലേക്ക് ഏത് കാര്യങ്ങളെയും നമുക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് മാർട്ടിൻ മേക്കമാലി. വളരെയേറെ ബുദ്ധിമുട്ട് സഹിച്ച് മാർട്ടിൻ പ്രോഗ്രാം നടത്തിയത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഏഷ്യാനെറ്റിന് വേണ്ടി ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് വളരെ നന്ദി പറയുന്നു. നമ്മൾ സാധാരണ കാണുന്ന മൂർഖൻ പാമ്പിന് 28 പല്ലുകളാണുള്ളത്. അതിൽ 26 പല്ലുകൾ അതിൻ്റെ ഭക്ഷണത്തിനുള്ള പല്ലുകളും 2 പല്ലുകൾ, ഈ കാണുന്ന 2 പല്ലുകളാണ് ഇതിൻ്റെ വിഷപ്പല്ലുകൾ. ഈ 2 പല്ലുകളാണ് ഇതിൻ്റെ വിഷപ്പല്ലുകൾ. ഇതിൻ്റെ വിഷഗ്രാന്തി സ്ഥിതി ചെയ്യുന്നത് ഇതാണ്. വിഷസഞ്ചി എന്ന് പറഞ്ഞത് ഇവിടെ കണ്ണിൻ്റെ താഴത്ത് ഇവിടെയാണ് ഇതിൻ്റെ വിഷസഞ്ചി ഇരിക്കുന്നത്, ബ്ലാഡർ ഇരിക്കുന്നത്. ഈ മനുഷ്യനെ ഈ പാമ്പ് കടിക്കുമ്പോൾ ഈ പല്ലിൻ്റെ മുകൾ ഭാഗത്തുള്ള ബ്ലാഡർ ഓപ്പൺ ആവുകയും ഈ വിഷസഞ്ചിയിലുള്ള വിഷമാണ് നമ്മുടെ ശരീരത്തേക്ക് സ്പ്രേ ചെയ്യുന്നത്. ഇത് 28 ദിവസം കൂടുമ്പോൾ ഒരു പാമ്പ് പടം കൊഴിക്കുകയും ഈ പടം കൊഴിക്കുന്ന സമയത്ത് പാമ്പിന് 4 വിഷപ്പല്ല് കാണും.
4 വിഷപ്പല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പല്ല് പടം കൊഴിക്കുന്നതോടൊപ്പം കൊഴിഞ്ഞു പോവുകയും പുതിയ 2 പല്ലുകൾ വരികയുമാണ് ചെയ്യുന്നത്. പടം കൊഴിക്കുന്നതോടൊപ്പം ഇതിൻ്റെ കണ്ണിൻ്റെ പോളയും ഇതിൻ്റെ പല്ലും കൊഴിഞ്ഞു പോവുകയും ചെയ്യും. മാർട്ടിൻ, താങ്കൾ ഇത് എന്നാണ് ഇത് ചെയ്തു തുടങ്ങിയത്? ഞാൻ 96-97 കാലത്താണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഫസ്റ്റ് മുതുകാണ്ട മാജിക് ഇതിലാണ് തുടങ്ങിയത്. അതിനുശേഷമാണ് പാമ്പിൻ്റെ ഫീൽഡിലേക്ക് വന്നത്. എന്തായിരുന്നു ഇതിൻ്റെ ഒരു പ്രചോദനം? എന്തായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ? പ്രചോദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടയത്ത് വെച്ച ഒരാളുടെ ഒരു പ്രോഗ്രാം കാണുകയും അവിടെ വെച്ചൊരു പാമ്പിനെ പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് സാധിക്കില്ല എന്ന് പറഞ്ഞ് എന്നെ ഒരു വെല്ലുവിളിക്കുകയും ചെയ്തു. അന്ന് അങ്ങനെ ഒരു വാശിയോട് കൂടിയാണ് ഇത് പിടിക്കാനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത് ഞാൻ. ശരിക്കും ഈ പാമ്പുകളോട് ഇടപഴകി തുടങ്ങിയപ്പോൾ പേടി വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, പേടിയില്ല. എങ്ങനെയാണ് പിന്നെ ഇണങ്ങി തുടങ്ങിയത്? എങ്ങനെയാണ് പാമ്പിനെയും തേളിൻ്റെയും കൂടിയൊക്കെ? പാമ്പെന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കില്ല. നമ്മൾ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ മാത്രമാണ് നമ്മൾ തിരിച്ചു ഉപദ്രവിക്കുകയുള്ളൂ. അതിൻ്റെ ശരീരം നൊന്താൽ മാത്രമാണ് നമ്മൾ കടിക്കുകയുള്ളൂ. ഇതിൽ ഈ പാമ്പിൻ്റെ കൂടെ കുഴിയിൽ കിടന്ന ഏറ്റവും വലിയ റെക്കോർഡ് എത്രയാണ് മാർട്ടിന്? ഞാൻ 94 മണിക്കൂറാണ് കണ്ടിന്യൂയായിട്ട് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് വെച്ചാണ് കിടന്നത്. 94 മണിക്കൂർ 50 പാമ്പും 100 തേളുകളുമായിട്ട്. വീട്ടിൽ മറ്റാർക്കെങ്കിലും ഈ പാമ്പിനോടോ ഈ തേളിനോടോ ഇത്ര വലിയ അടുപ്പമുണ്ടോ? അടുപ്പ് അനിയനുണ്ട്, പക്ഷെ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറക്കാനില്ല പുള്ളിനെ. അതെന്താണ്? നമ്മൾ ഇറങ്ങി ഇനി പുള്ളിനെ ഇറക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞില്ല. അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇത് തുടങ്ങി? ഇഷ്ടം വരെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് വിവരിക്കാം. ഒരു പ്രാവശ്യം കടിച്ച് 7 പ്രാവശ്യം ഡയാലിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കയ്യിൽ പലയിടത്തും കടികൾ കിട്ടിയിട്ടുണ്ട്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാണ് പാമ്പ് കടിക്കുക. മാർട്ടിൻ 10 പാമ്പുകളുടെ വിഷം എടുത്ത് കുടിച്ച് റെക്കോർഡ് ഇട്ടണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു, എങ്ങനെയായിരുന്നു? പാമ്പിന്റെ വിഷം കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാമ്പിന്റെ വിഷം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. നമ്മൾ